പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അബിയെ ഒരു പുതിയ ഓഫീസിൻ്റെ ബ്രാഞ്ച് തന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അത് നയനയിലും ആദർശിലും വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം അബി ഒരു കമ്പനിയും ഇതുവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് അവനെ ഏൽപ്പിക്കുന്ന പക്ഷം എന്തായാലും നഷ്ടം വരാനുള്ള സാധ്യത കൂടുതലാണ്. അവനെ കൂടുതൽ നിരീക്ഷിക്കാനായിട്ട് എന്തായാലും ഒരാളെ എത്രയും പെട്ടെന്ന് ഏർപ്പാടാക്കേണ്ടി വരും, അല്ലെങ്കിൽ ആകെ കഷ്ടത്തിലാകും എന്നൊക്കെ അവർ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് ഇക്കാര്യത്തെക്കുറിച്ച് നയനയോടൊക്കെ സംസാരിച്ചതിന് ശേഷം നവ്യയോട് പറയുന്നുണ്ട് വന്നിട്ട്, നവ്യ, നിനക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നല്ലോ അബിയെ ഒരു ബ്രാഞ്ചും ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളത്. എന്നാൽ ഇനി കേട്ടോ, പുതിയ ബ്രാഞ്ച് തന്നെ അവനെ ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നിനക്കിപ്പോൾ സന്തോഷമായില്ലേ, നിൻ്റെ പരാതിയൊക്കെ തീർന്നില്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട്, അത് നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ലല്ലോ. ഞാൻ മുത്തശ്ശനോട് പറഞ്ഞ ശേഷം മുത്തശ്ശൻ തീരുമാനം എടുത്തതല്ലേ. മുത്തശ്ശൻ എൻ്റെ സങ്കടം കണ്ടിട്ട് ആണ് ആ ഒരു തീരുമാനം എടുത്തത്, അല്ലാതെ നിങ്ങളുടെ ഔദാര്യമല്ലല്ലോ. നിങ്ങൾ അങ്ങനെ കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ഇവൾക്ക് ഇതെന്താ പറ്റിയത്, ഇവൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഒരുപാട് മാറ്റങ്ങളൊക്കെ ആയിരുന്നല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ട്, അത് പിന്നെ ചേച്ചിയെ കുറ്റം പറയണ്ട. കാരണം നമ്മളിപ്പോൾ ചന്തുമോളെ സ്നേഹിക്കുന്നതൊന്നും ചേച്ചിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്. കാരണം ചേച്ചിയുടെ കുഞ്ഞിനെ ആരും പരിഗണിക്കുന്നില്ല, നോക്കുന്നില്ല എന്നുള്ള പരാതികളാണ്. അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. പക്ഷേ സത്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് മാത്രമല്ലേ അറിയുകയുള്ളൂ. അത് അറിയാതിരിക്കാനുള്ള വഴികളാണല്ലോ നമ്മൾ നോക്കുന്നത്. അത് ഒരിക്കൽ ചേച്ചി തിരിച്ചറിയും, അന്ന് ഖേദിക്കേണ്ടിയും വരും എന്നൊക്കെ ഇങ്ങനെ നയന ആദർശിനോട് പറയുകയാണ്. പിന്നീട് ഈ കാര്യത്തെക്കുറിച്ച് അജയനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അജയനും അച്ഛനും ഒക്കെ ഇരുന്നിട്ട് നമ്മുടെ അബിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അബിയാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്, പക്ഷേ ആദർശാണ് ഇപ്പോൾ അതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പഴി കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം നവ്യയെ അറിയാതിരിക്കാനും നവ്യയെ രക്ഷിക്കാനുള്ള ഒരു വഴിയാണ്. എന്തായാലും ഏതെങ്കിലും ഒരു സമയത്ത് ഈ സത്യം അറിയുമല്ലോ. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നവ്യ ഇവിടുന്ന് കുഞ്ഞിനുമായിട്ട് പോവുകയായിരിക്കും ചെയ്യുക. അവൾ ഇവിടെ നിൽക്കത്തൊന്നുമില്ല. അബിയുടെ കൂടെ പിന്നെ അവൾ ജീവിക്കത്തില്ല. അവൾ എന്നേക്കുമായി അനന്തപുരി തറവാടിൻ്റെ പടി ഇറങ്ങുകയായിരിക്കും ചെയ്യുക എന്നൊക്കെ അജയൻ പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ നവ്യമോളെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ അബിക്ക് ഇവിടെ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. അവനെയും ഇവിടെ നിന്ന് എന്നേക്കുമായിട്ട് ഞാൻ പുറത്താക്കും. നവ്യയ്ക്ക് സുഖമായിട്ട് ജീവിക്കാനാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ ആരോടും ഒന്നും പറയാതെ നിൽക്കുന്നത്. നവ്യ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ കുഞ്ഞിനുമായിട്ട് പോയാൽ പിന്നെ അബിക്ക് യാതൊരു അവകാശവും ഉണ്ടാവില്ല. സ്വത്തിലും ഒന്നിലും ഒരു അവകാശം ഉണ്ടാവില്ല. അവനെ ഞാൻ എന്നേക്കുമായിട്ട് എൻ്റെ കൊച്ചുമകൻ എന്നുള്ള നിലയിൽ നിന്നും ഞാൻ അവനെ എന്നേക്കുമായിട്ട് പുറത്താക്കിയിരിക്കും എന്നൊക്കെയുള്ള ഒരു തീരുമാനമാണ് മുത്തശ്ശൻ എടുക്കുന്നത്.